ഇന്ന് സെപ്റ്റംബർ 25 ഇന്ന് രാത്രി മുതൽ നാളെയും മറ്റന്നാളുമായിട്ട് ഒരുപാട് സിനിമാ സീരീസുകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യം, കിഷ്കിന്ധ കാണ്ഡം, ഗോട്ട്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ, പുതിയ ഹോളിവുഡ് ആക്ഷൻ സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ അടക്കം ഈ ആഴ്ചത്തെ OTT അപ്ഡേറ്റുകളുമെല്ലാമാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ് ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്ന് താൽക്കാലിക റിപ്പോർട്ടുണ്ടായ ഭരതനാട്യം എന്ന ഷൈജു കുറുപ്പും സായി കുമാറും ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന കോമഡി ഫാമിലി ഡ്രാമ സിനിമ പിന്നീട് സെപ്റ്റംബർ 27 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുള്ളതാണ്. എന്നാൽ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇന്ത്യക്ക് പുറത്താണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് സിനിമ സെപ്റ്റംബർ 27 തന്നെ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. കഴിഞ്ഞ ആഴ്ച മനോരമ മാക്സിലൂടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഉണ്ടായിരുന്നിട്ടും OTT റിലീസ് മാറ്റിവെച്ച ക്യാമ്പസ് ലീഗൽ ഡ്രാമ സിനിമയാണ് ആനന്ദപുരം ഡയറീസ്. മീന നായികയായി എത്തുന്ന അവറേജ് അഭിപ്രായം നേടിയ സിനിമയുടെ പുതിയ OTT റിലീസ് ഡേറ്റ് ഇന്ന് മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രകാരം സിനിമ ഒക്ടോബർ 4 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ്. അടുത്തത് ഒരു മലയാളം ഡബഡ് തെലുങ്ക് സിനിമയാണ് ഓം ഭീം ബുഷ്. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം ഡീസന്റ് കളക്ഷൻ നേടിയെടുത്ത ഈ ഹൊറർ കോമഡി സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, കന്നഡ ഭാഷകളിൽ കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നാനി നായകനാകുന്ന നാനിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള തെലുങ്ക് വിജിലന്റ് ആക്ഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ശരിപോത്ത ശനിവാരം. SJ സൂര്യ കൂടി അഭിനയിക്കുന്ന ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളം ഭാഷയിൽ ഇപ്പം ലഭ്യമാക്കിയ ഒരു സിനിമയാണ്. ഹിന്ദിയിൽ നിന്നും മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച വയലൻസ് ആക്ഷൻ സിനിമയാണ് കില്ല്. നേരത്തെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്ത ഈ സിനിമ ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കോമഡി ഫാന്റസി ആക്ഷൻ ത്രില്ലർ ഹിന്ദി സീരീസ് ആണ് താസ കബ്ബർ. സീരീസിന്റെ ഒന്നാമത്തെ സീസൺ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഭാഷയിലടക്കം ലഭ്യമായിട്ടുള്ളതാണ്. സീരീസിന്റെ രണ്ടാമത്തെ സീസൺ നാളെ രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 27 ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ് ഉൾപ്പെടെ 7 ഭാഷകളിൽ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ചയുടെ ആദ്യത്തിൽ OTT റിലീസ് ചെയ്ത മലയാളം കോമഡി ഡ്രാമ സിനിമയാണ് വായ. തിയേറ്ററിൽ നിന്നും വിജയിച്ച് നല്ല അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ലഭ്യമാണ്. ഹോളിവുഡിൽ നിന്നും വരുന്ന ഒക്ടോബർ മാസം OTT റിലീസിനെത്തുന്ന ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമയാണ് കനാരി ബ്ലാക്ക്. കെയ്റ്റ് ബെക്കിൻസെയിൽ നായികയാകുന്ന ഈ സിനിമ 2 മണിക്കൂർ 41 മിനിറ്റാണ് ദൈർഘ്യം വരുന്നത്. സിനിമ ഒക്ടോബർ 24 ആമസോൺ പ്രൈമിലൂടെ മൾട്ടി ലാംഗ്വേജസിൽ OTT റിലീസ് ചെയ്യും. മലയാളം ഭാഷയിലും കൂടെ OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്ത അപ്ഡേറ്റും ഹോളിവുഡ് സിനിമയാണ് ഡെഡ്പൂൾ 3, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. $300 മില്യൺ മേലെ കളക്ഷൻ നേടിയ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ സിനിമ കൂടിയായ തിയേറ്ററിൽ എങ്ങും മികച്ച റെസ്പോൺസ് നേടിയെടുത്ത ഈ സൂപ്പർ ഹീറോ ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി കോമഡി സിനിമ ഒക്ടോബർ 1 ആപ്പിൾ TV, ആമസോൺ പ്രൈം, ഗൂഗിൾ പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ശേഷം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യയിലും OTT റിലീസ് ചെയ്യും. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യൻ ഭാഷകളിലും കൂടെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. അതുകൊണ്ട് സിനിമ മലയാളം ഭാഷയിലും ലഭ്യമാകാനുള്ള സാധ്യതകളുണ്ട്. ഓണത്തിന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച് 50 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ മലയാളം മിസ്റ്ററി സിനിമയാണ് കിഷ്കിന്ധ കാണ്ഡം. ആസിഫ് അലിയുടെ ആദ്യ 50 കോടി നേടുന്ന സിനിമ കൂടിയാണിത്. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുമായിട്ട് 12 കോടിക്ക് തിയേറ്റർ റിലീസിന് ശേഷം 50 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്ന കരാറിൽ ബിസിനസ് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സിനിമയുടെ OTT റിലീസ് വൈകും. നവംബർ മാസത്തോടു കൂടിയായിരിക്കും സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. അടുത്തതും ഈ ഓണത്തിന് തിയേറ്ററിൽ റിലീസിനെത്തിയ അത്യാവശ്യം ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ് കൊണ്ടൽ. രാജ്ബി ശെട്ടിയും ആന്റണി വർഗീസും അഭിനയിച്ച ഈ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ഒക്ടോബർ മാസത്തോടു കൂടി OTT റിലീസ് ചെയ്യും. താൽക്കാലിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ പകുതിയോടുകൂടി OTT റിലീസ് ചെയ്യുമെന്നാണ്. അജയന്റെ രണ്ടാം മോഷണം ARM എന്ന സിനിമയും ഓണത്തിന് തിയേറ്ററിൽ റിലീസിനെത്തിയ സിനിമയാണ്. ടോവിനോ തോമസ് നായകനാകുന്ന 35 കോടി ബഡ്ജറ്റ് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി 70 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ തിയേറ്ററിൽ വിജയിച്ച ഈ സിനിമയുടെ OTT അവകാശങ്ങൾ ഇതുവരെയായിട്ടും ആരും സ്വന്തമാക്കിയിട്ടില്ല. കൂടാതെ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് സിനിമ ഈ അടുത്ത കാലത്തൊന്നും OTT റിലീസ് ചെയ്യുകയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയെ പോലെ ആവന്റെയും OTT റിലീസ് ഒരുപാട് വൈകുന്നതാണ്. തളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി 450 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ ആക്ഷൻ സയൻസ് ഫിക്ഷൻ എന്റർടൈൻമെന്റ് സിനിമ ഒക്ടോബർ 10 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുമുള്ള റിപ്പോർട്ട്. ഒഫീഷ്യൽ OTT റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കാം. തമിഴിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച് 80 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡിമോണ്ട് കോളനി 2. അരുൾനിധിയും പ്രിയ ഭവാനിയും ചേർന്ന് അഭിനയിക്കുന്ന ഈ സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 27 ZEE5 തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിംപ്ലി സൗത്തിലൂടെ സെപ്റ്റംബർ 27 OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ റിപ്പോർട്ടുണ്ടായ പരാജയപ്പെട്ട തമിഴ് സിനിമയാണ് കൊട്ടുകാളി. എന്നാൽ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ UK-യിൽ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കന്നഡയിൽ നിന്നും നേരത്തെ OTT റിലീസ് ചെയ്ത ബ്ലിങ്ക് എന്ന ത്രില്ലർ ഹൊറർ സിനിമ ഇന്ന് ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ശോഭിത ദുലിബാലയുടെ റൊമാന്റിക് ഡ്രാമ
ഡ്രാമ ഹിന്ദി സിനിമയാണ് ലവ് സിതാര. ഈ സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 27 ZEE5 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പുതിയ ഹിന്ദി ക്രൈം സീരീസ് ആണ് ഹണിമൂൺ ഫോട്ടോഗ്രാഫർ. സീരീസ് നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 27 ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ഒരു ഹിന്ദി സീരീസ് ആണ് റൊമാന്റിക് കോമഡി ഗണത്തിൽപ്പെടുന്ന സ്കൂൾ ഫ്രണ്ട്സ് എന്ന സീരീസ്. ഇന്ന് ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കാണാവുന്നതാണ്. തെലുങ്ക് കോർട്ട് റൂം ഡ്രാമ സിനിമയാണ് RTI. സിനിമ സെപ്റ്റംബർ 26 നാളെ ETV പിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. തെലുങ്ക് പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് പ്രതിനിധി 2. സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 27 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ജാക്കലിൻ ഫെർണാണ്ടസും ജീൻ വാൻ ക്ലൈഡും ചേർന്ന് അഭിനയിക്കുന്ന കിൽ എം ഓൾ എന്ന ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഹോളിവുഡ് സിനിമ ZEE5 ആമസോൺ പ്രൈമിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹെയ്ഡൻ പെനറ്റേർ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഹോളിവുഡ് സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ആംബർ അലേർട്ട്. സിനിമ സെപ്റ്റംബർ 27 ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ രാവിലെ 9:30 OTT റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ കോമഡി സിനിമയാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ. സിനിമ സെപ്റ്റംബർ 27 ഇംഗ്ലീഷ് ഭാഷയിൽ VOD ആയിട്ട് ഓവർസീസിൽ റിലീസ് ചെയ്യുന്നതാണ്. ആമസോൺ പ്രൈമിന്റെ കില്ലർ ഹീറ്റ് എന്ന ഹോളിവുഡ് റൊമാന്റിക് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമ നാളെ സെപ്റ്റംബർ 26 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ബ്ലേക്ക് ലിവ്ലി നായികയാകുന്ന ഹോളിവുഡ് റൊമാന്റിക് ഡ്രാമ സിനിമയാണ് ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ZEE5 ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഹോളിവുഡ് ഹൊറർ ഡ്രാമ സിനിമയാണ് അപ്പാർട്ട്മെന്റ് 7A. ഈ സിനിമ സെപ്റ്റംബർ 27 ഇംഗ്ലീഷ് ഭാഷയിൽ പാരമൗണ്ട് പ്ലസിലൂടെ ഓവർസീസിൽ OTT റിലീസ് ചെയ്യും. ബ്രാഡ് പിറ്റ് കേന്ദ്ര കഥാപാത്രമെത്തുന്ന ക്രൈം കോമഡി ത്രില്ലർ ഹോളിവുഡ് സിനിമയാണ് വൂൾഫ്സ്. സിനിമ ആപ്പിൾ TV പ്ലസിലൂടെ മറ്റന്നാൾ സെപ്റ്റംബർ 27 ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഹേസ് ഫാളൻ എന്ന ഫിലിം ഫ്രാഞ്ചൈസിന്റെ ഭാഗമായിട്ട് വരുന്ന പുതിയ ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ സീരീസാണ് പാരീസ് ഹേസ് ഫാളൻ. സീരീസ് സെപ്റ്റംബർ 23 ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സീരീസിന്റെ OTT റിലീസ് മാറ്റിയിരിക്കുകയാണ്. സീരീസ് ഒക്ടോബർ 18 ആയിരിക്കും ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുക. കൊറിയൻ ആക്ഷൻ ഹൊറർ ത്രില്ലർ സീരീസാണ് ജാങ്സിയോൺ ക്രിയേച്ചർ. രണ്ടാമത്തെ സീസണായ സീരീസിന്റെ എല്ലാ 7 എപ്പിസോഡുകളും സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് 1:30 മുമ്പായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. നോബഡി വാണ്ട്സ് ദിസ് എന്ന റൊമാന്റിക് കോമഡി ഹോളിവുഡ് സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ സീരീസിന്റെ എല്ലാ 10 എപ്പിസോഡുകളും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സർവൈവൽ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ തായ് സിനിമയാണ് ബാങ്കോക്ക് ബ്രേക്കിംഗ് ഹെവൻ ആൻഡ് ഹെല്ല്. സിനിമ ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, തായ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT ലഭ്യമാക്കിയിട്ടുണ്ട്. ബ്രാസിക് എന്ന ഇംഗ്ലീഷ് കോമഡി ഡ്രാമ സീരീസ് സെപ്റ്റംബർ 27 സ്കൈ TVയിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഹൊറർ ഡ്രാമ സീരീസാണ് ഗ്രോട്ടസ്കോറി. നാളെ സെപ്റ്റംബർ 26 FX ഹുളുവിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ സീരീസ് OTT റിലീസ് ചെയ്യും. സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ബാക്കി 8 എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. നാളെ OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ടായ പാരമൗണ്ട് പ്ലസിന്റെ കോളിംഗ് ഫ്രം അക്കൗണ്ട്സ് എന്ന കോമഡി ഡ്രാമ സീരീസിന്റെ 2ാമത്തെ സീസൺ ഇന്നലെ എല്ലാ 8 എപ്പിസോഡുകളും പാരമൗണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മർഡർ ഇൻ എ സ്മാൾ ടൗൺ എന്ന ഇംഗ്ലീഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസ് ഇപ്പം മുതൽ ഫോക്സിലൂടെയും ഹുളുവിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഗ്രേസ് അനാട്ടമി എന്ന ഹോളിവുഡ് മെഡിക്കൽ ഡ്രാമ സീരീസിന്റെ 21ാമത്തെ സീസൺ 18 എപ്പിസോഡാണുള്ളത്. ഓരോ എപ്പിസോഡുകളായിട്ട് സെപ്റ്റംബർ 27 മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. അടുത്തതും ഒരു ഇംഗ്ലീഷ് മെഡിക്കൽ ഡ്രാമ സീരീസാണ് ഡോക്ടർ ഒഡീസി. സീരീസും സെപ്റ്റംബർ 27 തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങും. 911 എന്ന ഇംഗ്ലീഷ് ആക്ഷൻ പ്രൊസീജിയൽ സോപ്പ് ഒപ്പേര സീരീസിന്റെ 8ാമത്തെ സീസൺ സെപ്റ്റംബർ 27 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങും. 911 ലോൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് സീരീസ് ഇപ്പം മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സീരീസിന്റെ ഓരോ എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ വരുന്നതാണ്. അടുത്തതും ഹോളിവുഡ് സോപ്പ് ഒപ്പേര സീരീസുകളായ ചിക്കാഗോ PD എന്ന സീരീസിന്റെ 12ാമത്തെ സീസണും ചിക്കാഗോ മെഡ് എന്ന സീരീസിന്റെ 10ാമത്തെ സീസണും ചിക്കാഗോ ഫയർ എന്ന സീരീസിന്റെ 13ാമത്തെ സീസണും നാളെ മുതൽ സെപ്റ്റംബർ 26 പീകോക്കിലൂടെയും NBCയിലൂടെയും ആഴ്ചകളിൽ ഓരോ എപ്പിസോഡായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. പെനി ലൂപ്പ് എന്ന ഇംഗ്ലീഷ് ഡ്രാമ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റസ്ബാൾ എന്ന സ്പോർട്സ് ഡ്രാമ ഹോളിവുഡ് സിനിമ സെപ്റ്റംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. 2023 റിലീസ് ചെയ്ത റഷ്യൻ അഡ്വഞ്ചർ ത്രില്ലർ ഡ്രാമ സിനിമയാണ് എമർജൻസി ലാൻഡിംഗ്. സിനിമ ഈ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ റഷ്യൻ ഭാഷയ്ക്ക് പുറമെ ഹിന്ദി ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2021 റിലീസ് ചെയ്ത കൊറിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസാണ് പെർഹാപ്സ് ലവ്. സീരീസ് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ടീൻ റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസാണ് റിമെമ്പർ മൈ ബോയ്. ഈ സീരീസും ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ചൈനീസ് ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.